നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 1, 2 ആഴ്ചയായി വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിപ്പം ചിങ്ങമാസം തുടങ്ങുകയാണല്ലോ. അപ്പോൾ എല്ലാവരും പുതിയൊരു വീട് പണി തുടങ്ങുന്നതിലുള്ള തിരക്കിലായിരിക്കും. പ്രത്യേകിച്ച് NRIക്കാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് ലോൺ സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു പെർമിറ്റ് എടുക്കാനുള്ള തിരക്കിൽ, അല്ലെങ്കിൽ ചിങ്ങത്തിൽ തന്നെ കല്ലിട്ട് വീട് പണി തുടങ്ങാനായിട്ടുള്ള തിരക്കിൽ, അങ്ങനെ കുറേ ആൾക്കാർ. എന്നാൽ ഈ ചിങ്ങത്തിൽ വീട് പണി തീർത്ത് കയറി താമസിക്കാൻ പാല് കാച്ചലിന് വേണ്ടി ശ്രമിക്കുന്ന കുറേ ആൾക്കാരും കാണും. അപ്പോൾ നമ്മൾ ഒരു വീട് പണി പ്ലാൻ ചെയ്യുമ്പം തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. തുടക്കത്തിൽ എന്നല്ല, വീട് പണി തുടങ്ങുന്ന ഒരു കംപ്ലീറ്റ് ആകുന്നിടം വരെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. വീട് പണിയെപ്പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒന്നാമതായിട്ട് വീട് പണിക്ക് ശ്രമിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ ഒരു ബഡ്ജറ്റാണ്. നമ്മൾ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കാം. നമ്മൾ ഒരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പാതി വഴിയിൽ നിർത്തിപ്പോകേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ തീരും എന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ അതിൽ ഹിഡനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പണി ചെയ്യിപ്പിക്കുകയാണെങ്കിലും, നമ്മൾ സ്ക്വയർ ഫീറ്റിന് ഒരു റേറ്റ് കൂട്ടി ഇത്രയും ആകുമായിരിക്കും വീട് പണിക്ക്, അല്ലെങ്കിൽ ഈ ഒരു റേറ്റിനുള്ളിൽ നമുക്ക് ആ വീട് പണി തീർക്കാൻ പറ്റും എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. എന്നാൽ തുടക്കത്തിൽ തന്നെ ഒരു ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നത് തൊട്ട്, അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുക്കുമ്പം തൊട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പണി തുടങ്ങി കഴിയുമ്പം തൊട്ട് കുറേ വർക്കുകൾ അഡീഷണൽ ആയിട്ട് വരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു പ്ലോട്ട് വാങ്ങുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മതിൽ കെട്ടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മണ്ണ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മണ്ണ് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും. ഇനി അതല്ലെങ്കിൽ അവരെ നിൽക്കുന്ന കുറേ മരങ്ങൾ വെട്ടി മാറ്റേണ്ടതായിട്ട് വരും, കിണർ കുഴിക്കേണ്ടതായിട്ട് വരും, ഇലക്ട്രിക് കണക്ഷന് വേണ്ടി പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കുറേ ചിലവുകൾ തുടക്കം തന്നെ നമുക്ക് വരും. അപ്പോൾ അതാണ് നമ്മളൊരു ബേസിക് ആയിട്ടൊരു പണി തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന കുറേ കാര്യങ്ങൾ. ഇനിയും പണി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷെങ്കിൽ ഒരു കോൺട്രാക്ട് വർക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റിൽ പെടാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ വേണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇൻറ്റീരിയർ വർക്കുകൾ. ഇപ്പം നമ്മൾ കിച്ചൺ കബോർഡ്, ബെഡ്റൂംസിൻ്റെ കബോർഡ്, അല്ലെങ്കിൽ ജിപ്സം സീലിംഗ് വർക്കുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു ഫുൾ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അതിൽ പെടാത്തതായിരിക്കാം. ചിലർ അതുൾപ്പെടെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ എഗ്രിമെന്റ് വെക്കുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എഗ്രിമെന്റ് വെക്കണമെന്നേ ഉള്ളൂ. ഇനി പൊതുവേ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നത് ഇന്റീരിയർ വർക്ക് ഒരു സെപ്പറേറ്റ് ഒരു കോൺട്രാക്ട് ആയിട്ടാണ്. ഇനി മെയിൻ കോൺട്രാക്ട് എടുക്കുന്ന ആളോ, അല്ലെങ്കിൽ വേറെ ഒരു സബ് കോൺട്രാക്ടറോ ആയിരിക്കാം ഇന്റീരിയർ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ വർക്കുകൾ ഈ മെയിൻ വർക്കുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യമേ ടൈലിംഗ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് കോട്ട് പെയിന്റിങ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇന്റീരിയർ വർക്കുകൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് കുറച്ച് അഡീഷണൽ ചിലവുകൾ. അത് നമുക്ക് ഡിപ്പെൻസ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, നമ്മൾ ചെയ്യുന്ന ഡിസൈന്. ഇപ്പം നമ്മളൊരു കിച്ചൺ കബോർഡ് മാത്രം ചെയ്യുന്ന കോസ്റ്റ് ആയിരിക്കത്തില്ല ഇപ്പോൾ ബെഡ്റൂംസിൽ കബോർഡ് ചെയ്യാം. ഇനി ഇന്റീരിയർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് TV യൂണിറ്റുകൾ, സ്റ്റഡി ടേബിളുകൾ, വാർഡ്രോബുകൾ, ജിപ്സം സീലിംഗ് വർക്കുകൾ, ലൈറ്റിംഗ്, കുറേ അഡീഷണൽ ആയിട്ടുള്ള കുറേ ലൈറ്റിങ്, അങ്ങനെ കുറേ അഡീഷണൽ ആയിട്ട് കുറേ ചിലവുകൾ വരും. അതൊന്നും നമ്മൾ ടോട്ടൽ കോസ്റ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും വിടുപണിയുടെ കംപ്ലീഷൻ സമയത്തേക്ക് ഏകദേശം ഒരു ഫിനിഷിംഗ് ആകുമ്പോഴത്തേക്ക് വരുന്ന ചിലവുകളാണ് ഈ ലാൻഡ്സ്കേപ്പിംഗ്. നമ്മൾ വീട് പണിയെല്ലാം തീരുമ്പോഴായിരിക്കും മിറ്റം എങ്ങനെ ലെവൽ ചെയ്യണം, മുറ്റത്ത് എന്ത് ടൈലിടണം, പുല്ല് വെക്കണോ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കണോ, നാച്ചുറൽ ഗ്രാസ് വെക്കണോ, ഇനി എന്തെങ്കിലും ട്രീസ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ചെടികളൊക്കെ വെക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചിലവുകൾ വരും. കോമ്പൗണ്ട് വാൾ ഇപ്പം ആദ്യം നമ്മൾ പ്ലോട്ട് വാങ്ങുമ്പോൾ ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട് വാളിൻ്റെ വർക്ക് ചെയ്യുമായിരിക്കാം. ഇനി ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഗേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പം ഓട്ടോമേഷൻ ഉള്ള ഗേറ്റുകൾ വെക്കുന്നവരുണ്ട്, നോർമൽ ഗേറ്റ് ചെയ്യുന്നവരുണ്ട്, ഒരു 10 അടി അല്ലെങ്കിൽ ഒരു 12 അടി അല്ലെങ്കിൽ 15 അടിയൊക്കെ വീതിയിൽ ഗേറ്റുകൾ ചെയ്യുന്നവരുണ്ട്. അല്ല ഒരുപാട് ഡിസൈൻ വർക്കുകളാണെങ്കിൽ ഗേറ്റിൽ CNC കട്ടിങ്ങോ, അല്ലെങ്കിൽ പൊതുവെ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള രീതിയിലൊക്കെ ഗേറ്റുകൾ ചെയ്യുന്നു. അവിടം തൊട്ട് കോസ്റ്റ് പിന്നെ നമുക്ക് നമ്മുടെ പരിധിയിൽ വരാം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്തതായിട്ടുള്ള കുറേ ചിലവുകളാണ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നമ്മൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയാൽ നമുക്ക് ആ വീടിന് എത്ര ബഡ്ജറ്റ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റും, ഇനിയും ഈ വീട് പണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് പെടാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് എത്ര രൂപ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും എന്ന് നമുക്ക് ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പലരും അത് ചിന്തിക്കാതെ വീട് പണിക്ക് സ്ക്വയർ ഫീറ്റിന് 2000 രൂപ അല്ലെങ്കിൽ 2300 രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വർക്ക് അങ്ങ് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ആ വീട് പണി തീരും എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇനിയും വേറെ കുറേ കാര്യങ്ങളാണ്. നമുക്ക് ഫർണിച്ചറുകൾ, ഇപ്പം ബെഡ്, സോഫ, അല്ലെങ്കിൽ TV, AC, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും വീട് പണി കഴിഞ്ഞാലും. അപ്പോൾ അതിനുമായിട്ട് കുറേ പൈസ നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമാക്കിയാൽ മാത്രമേ നമുക്ക് ആ വീട്ടിൽ കയറി താമസിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പലരും ഈ ഒരു കോസ്റ്റിനകത്ത് നിന്ന് വീടിനകത്ത് കയറി താമസിക്കാമെന്ന് ചിന്തിക്കും. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള കുറേ അഡീഷണൽ ആയിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു ബഡ്ജറ്റ് ഹോമായിട്ട് അല്ലെങ്കിൽ ചിലവ് ചുരുക്കിയൊക്കെ ചിന്തിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ എങ്ങനെയും ആ വീടൊന്ന് തട്ടിക്കൂട്ടി, അതായത് ഇപ്പം നമ്മളൊരു പ്ലാസ്റ്ററിങ് കഴിഞ്ഞു, ഒരു വൈറ്റ് സിമെന്റ് അടിക്കുന്നു,
അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ വില കുറഞ്ഞ ടൈൽസ് ഇടുന്നു, അല്ലെങ്കിൽ ഫ്ലോർ പ്ലാസ്റ്റർ ചെയ്യുന്നു, ഡോർ വെക്കുന്നു, കയറി താമസിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വിഷയമില്ല, അവരെ സംബന്ധിച്ചല്ല. ഇനി കുറച്ചും കൂടെ നല്ല രീതിയിൽ നല്ലൊരു ഫിനിഷിങ്ങിൽ ഇപ്പം നമ്മൾ ഒരാൾ വീട് വെക്കുമ്പോൾ അതിനെക്കാട്ടി മികച്ചതായിട്ട്, അല്ലെങ്കിൽ അയൽപക്കത്തൊരു വീട് വെക്കുമ്പോൾ അതിലും ഭംഗിയായിട്ട് വീട് വെക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ ഏറെയും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നല്ലൊരു ഫിനിഷിങ്ങിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു മോഡേൺ ആയിട്ടുള്ളൊരു വീട് വെക്കണം എന്ന് ചിന്തിക്കുന്നവർ ഒരുപക്ഷെ അവസാനമാകുമ്പോഴേക്ക് കടവും കടക്കെണിയുമായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവസാനം പണി തീരാത്ത വീട്ടിൽ കയറി താമസിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാനും ആ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെലവുകൾ ഏതൊക്കെ രീതിയിൽ വരും എന്ന് മനസ്സിലാക്കാനുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം മണ്ണ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ ഒരു റോഡിൽ നിന്ന് അല്പം താഴ്ന്ന് കിടക്കുന്ന പ്ലോട്ടാണെങ്കിൽ നമ്മൾ വീട് വെച്ച് വരുമ്പോൾ നമുക്ക് ആ പ്ലോട്ട് ആ ഒരു റോഡിന്റെ ലെവലിലേക്ക് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കുഴിക്ക് താഴ്ന്ന് കിടക്കുന്ന ലെവലിൽ വീട് വെച്ച് കഴിഞ്ഞാൽ അത് വീട് പണി ചിലരത് ചിന്തിക്കാതെ ഫൗണ്ടേഷനൊക്കെ ചെയ്യും. പിന്നെ ഒരു ഫൗണ്ടേഷന്റെ ലെവലായി കഴിയുമ്പോഴായിരിക്കും അയ്യോ വീട് താന്നു പോയല്ലോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉയർത്തി ചെയ്യേണ്ടതായിട്ടെന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്ലോട്ട് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു മൈൻഡിൽ ഒരു ഓർമ്മ ഉണ്ടാവണം, ഈ പ്ലോട്ടിനകത്ത് നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ അഡീഷണൽ ആയിട്ട് കുറേ ചിലവുകൾ വരും. ഒരുപക്ഷെ ചിലവ് നമുക്ക് വില കുറഞ്ഞായിരിക്കാം ആ വസ്തു നമ്മൾ വാങ്ങിയത്. സാധാരണ നമുക്ക് കിട്ടുന്നതിൽ നിന്നും വില കുറച്ചായിരിക്കാം നമുക്ക് ആ വസ്തു കിട്ടുന്നത്. പക്ഷെങ്കിൽ നമുക്ക് അതിലൊരു വീട് വെക്കുമ്പോൾ ആ വസ്തുവിന് നമുക്ക് നിലവിൽ കൊടുക്കേണ്ടതിലും അഡീഷണൽ ആയിട്ട് കുറേ കോസ്റ്റ് അവിടെ വരും വീട് പണിയിലേക്ക്. അപ്പോൾ നമുക്ക് ആ വില കുറച്ച് മേടിച്ച വസ്തു നമുക്ക് ലാഭകരമെന്ന് പറയാൻ പറ്റില്ല. അവിടെ മണ്ണിറക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ലോഡിന് 4500 രൂപ 5000 രൂപയൊക്കെ നമ്മൾ ഒരു 150 അടി 150 CFT റെഡ് എർത്തിന് നമുക്ക് കോസ്റ്റ് വരും. പലയിടത്തും പല രീതിയിലാണ് അതിൻ്റെ വില. ചിലവ് കുറച്ച് കിട്ടുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഒരു 10ഓ 50ഓ ലോഡ് ഇറക്കി ആ പ്ലോട്ട് പൊക്കി എടുത്തിട്ട് അവിടെ വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്രാപ്യോഗ്യമാണ്. അവിടെ കുറേ ചിലവുകൾ വരും. ഇനിയും അതിൻ്റെ ഫൗണ്ടേഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ മണ്ണിട്ട ലെവലിൽ നിന്ന് നമുക്ക് വീട് വെക്കാൻ പറ്റില്ല. എത്രയാണോ ആ മണ്ണ് ഫില്ല് ചെയ്തത് അതിൻ്റെ താഴേന്ന് വേണം അതിൻ്റെ ഫൗണ്ടേഷൻ കൊണ്ടുവരാൻ. ഒരിക്കലും ഫില്ല് ചെയ്ത മണ്ണിൻ്റെ മുകളിൽ വെച്ച് വീട് വെക്കാനായിട്ട് പറ്റില്ല. ആ വീട് ഇരുന്ന് പോകും, അല്ലെങ്കിൽ അവിടെ പൊട്ടലുകൾ വരാം, ക്രാക്കുകൾ വരാം, പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമുക്ക് എത്രയാണോ ആ ഫില്ല് ചെയ്തത് അതിൻ്റെ അടിയിൽ നിന്ന് ഫൗണ്ടേഷൻ ചെയ്ത് വരുമ്പോൾ അതിനാവശ്യമായ കമ്പിയും സിമെൻറ്റും കോൺക്രീറ്റും എല്ലാം നമുക്ക് അഡീഷണൽ ആയിട്ട് ചിലവ് വരുന്നതാണ്. അപ്പോൾ നമുക്കൊരു വീട് വെക്കാൻ ഒരു കോൺട്രാക്ടറെ സമീപിക്കുമ്പോൾ അവർ നോക്കുന്നത് ഈ പ്ലോട്ടിനകത്തെ പ്രശ്നങ്ങളാണ്. പ്ലോട്ടിൽ നമുക്ക് എന്തെല്ലാം ചിലവുകൾ വരാം. ഇപ്പം നമ്മൾ നോർമലി ഒരു ഉറപ്പായിട്ടുള്ള സ്ഥലത്ത്, അല്ല റോഡുമായിട്ട് അല്പം പൊങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ചെയ്യുന്ന ചിലവായിരിക്കത്തില്ല ഇതേപോലെയുള്ള മണ്ണ് ഫില്ല് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ടുള്ള കുറേ കോസ്റ്റുകൾ വരും. ഇനി ആ കോൺട്രാക്ടറെ സംബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആരായാലും നമ്മൾ വർക്ക് എടുക്കുന്നത് എന്തെങ്കിലും ലാഭം കിട്ടണം എന്ന് ഉദ്ദേശിച്ചായിരിക്കുമല്ലോ. അപ്പോൾ ആ ലാഭം ഇതിനകത്ത് എങ്ങനെ പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു വർക്കിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം നമ്മളൊരു സ്പെസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമുക്ക് ബ്രിക്ക് ഏത് രീതിയിലുള്ള ബ്രിക്കാണ് ഉപയോഗിക്കേണ്ടത്, സിമെൻറ്റ് കട്ടയാണോ, ഇഷ്ടികയാണോ, മഡ് ബ്രിക്കാണോ, ഇനി ഡോർസ് ആൻഡ് വിൻഡോസ് ഏതാണ്, തടിയാണോ, സ്റ്റീലാണോ, അല്ലെ WPC പോലെയുള്ള മെറ്റീരിയലാണോ, അതിനകത്ത് ഉപയോഗിക്കുന്ന ലോക്ക് ഏതാണ്, അല്ലെങ്കിൽ പെയിൻറ് ഏതാണ്, ഇതെല്ലാം നമ്മൾ മുന്നേ തന്നെ ഒരു കോൺട്രാക്ടറോട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അവസാനമാകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞതല്ല ഇവർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതല്ല. മനസ്സിൽ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ എഗ്രിമെന്റിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് ചെയ്യേണ്ടത്. സാധാരണ എല്ലാവരും ചെയ്യുന്നത്. അതിന് വിപരീതമായിട്ടോ അല്ലെങ്കിൽ അതിൽ അഡീഷണൽ ആയിട്ടോ എന്തെങ്കിലും കോസ്റ്റ് വരുന്ന മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ചെലവിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെലവിലും കൂടുതലായിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ ആ മെറ്റീരിയൽ സ്പെസിഫിക്കേഷനും കൂടെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവണം, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ മെറ്റീരിയൽ വെച്ചാണ് ആ വീട് പണിയാൻ പോകുന്നത്, അവിടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ പോയിന്റ് ആണെങ്കിൽ പോലും ഒരു ബെഡ്റൂമിൽ ഒരു 2 ലൈറ്റ്, ഒരു ഫാന്, ഒരു AC, അല്ലെങ്കിൽ 2 സോക്കറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 3 ലൈറ്റോ 4 ലൈറ്റോ കൊടുക്കേണ്ടി വരാം. അല്ലെങ്കിൽ നമുക്കത് മുന്നേ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വാൾഡ്രോബിനകത്ത് ഒരു ലൈറ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ റൂമിനുള്ളിൽ അഡീഷണൽ ഇപ്പോൾ ഫുട് ലാമ്പുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ തന്നെ ആ കോൺട്രാക്ടറോട് പറയും ഇന്ന ലൈറ്റുകളും കൂടെ അഡീഷണൽ ആയിട്ട് വേണം. അപ്പോൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കണം കോൺട്രാക്ടർ ആ റേറ്റ് പറയാനായിട്ട്. അല്ലെങ്കിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ് അവർ എഗ്രിമെന്റ് തരുന്നതെങ്കിൽ പിന്നീട് പണി പകുതിയാകുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് നമുക്ക് കുറേ ലൈറ്റും കൂടെ വേണം, അല്ലെങ്കിൽ വേറെ കുറേ വർക്കും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് അഡീഷണൽ കോസ്റ്റിലേക്ക് വരും. അതൊക്കെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതും നമ്മുടെ ചിലവ് കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ ഇപ്പം ഒരുപാട് പേര് വീട് പണി തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നു, തുടങ്ങുന്നു, കല്ലിടുന്നു, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഈ ഒരു കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ ആ വീട് പണി തുടങ്ങാനായിട്ട്. അപ്പം വീട് വെക്കാൻ പോകുന്നവർക്ക് തീർച്ചയായും ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ കുറേ വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയാൽ നമ്മൾ ഓരോ കാര്യത്തെപ്പറ്റിയും ചെലവിനെ പറ്റിയും കോൺട്രാക്ടർ എഗ്രിമെന്റ് വെക്കുന്നതിനെ പറ്റിയും മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ പെർമിറ്റ് എടുക്കുന്നതിനെ പറ്റിയും ബാങ്ക് ലോണിനെ പറ്റിയും എല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊക്കെ കണ്ടു നോക്കാവുന്നതാണ്.
വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനലിൽ കൂടുതലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.